ഋതുക്കൾ മാറുന്നതും ഇലകൾ പൊഴിയുന്നതും മൂടൽ മഞ്ഞുയരുന്നതും ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനാണ്. എൻ്റെ ഉള്ളിൽ വസന്തമായിരുന്നു മരണമില്ലാത്ത പ്രണയവും. പ്രണയത്തിൻ്റെ രാജകുമാരിയായി അറിയപ്പെട്ട മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ പ്രണയവസന്തങ്ങൾ അവസാനിക്കാത്ത മനസ്സിൽ നിന്നും ഊർന്നു വീണ വാക്കുകളായിരുന്നു ഇവ. ഋതുഭേദങ്ങൾ കടന്നു പോകുന്നതറിയാതെ കണ്ണുകളിൽ കാത്തിരിപ്പിൻ്റെ കടലാഴങ്ങൾ ഒളിപ്പിച്ചു വെച്ച്, കൈവെള്ളയിൽ ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മ സൂക്ഷിച്ചു വെച്ച്, പൈൻമരങ്ങളുടെ നിഴലുകൾ പോലും രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ദേശത്ത്, പ്രാവുകളുടെ കുറുകലിന് കീഴിൽ കാലം തോറ്റുപോവും വിധം കാത്തിരുന്ന മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസ് എന്ന അലീനയുടെ കഥ, അവൾ പ്രണയിച്ച നിഖിൽ മഹേശ്വറിൻ്റെ കഥ, നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ സംഗീതത്തിൻ്റെ ദേവസ്പർശവുമായി വന്ന വിശാൽ കൃഷ്ണമൂർത്തിയുടെ കഥ. സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ. ആർക്കോ ആരോടോ എന്തോ പറയുവാനുണ്ട് എന്ന ടാഗ് ലൈനിൽ 2000 പുറത്തിറങ്ങിയ സിബി മലയിൽ ചിത്രം ദേവദൂതൻ. 2 വ്യാഴവട്ടങ്ങൾക്കിപ്പുറം 2024 ഇതേ സിനിമ റിലീസ് ചെയ്യപ്പെടുമ്പോൾ മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ഈ കലാസൃഷ്ടിക്ക് പിന്നിലെ മനോഹരമായ ചില കഥകളിലേക്ക്. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ കോക്കേഴ്സ് ഫിലിംസിൻ്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2000 ഡിസംബർ 22 ആ ക്രിസ്മസ് കാലത്ത് പുറത്തിറങ്ങിയ ഈ ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായിരുന്നു. എന്നാൽ 24 വർഷങ്ങൾക്ക് ശേഷം ഇതേ സിനിമയെ ഒരു ജനതയൊന്നടങ്കം ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സിനിമയിലെ കഥാപാത്രം അലീനയുടെ നീണ്ട കാത്തിരിപ്പ് പോലെ ഈ പ്രണയ സംഗീത നിഗൂഢ സബര്യയ്ക്കും അതിൻ്റെ പൂർണ്ണതയിലേക്കെത്താൻ ഋതുഭേദങ്ങളെ അതിജീവിച്ച് കാത്തിരിക്കേണ്ടതായി വന്നു. പ്രേത സിനിമകളുടെയും ഹൊറർ സിനിമകളുടെയും ഒക്കെ നിലനിന്നിരുന്ന ആഖ്യാനങ്ങളെ തിരുത്തി എഴുതിയൊരു സിനിമയായിരുന്നു ദേവദൂതൻ. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് നിലാവിൽ പാട്ടുപാടി നടക്കുന്ന, ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന, ചുണ്ണാമ്പിൻ്റെ മണമുള്ള പതിവ് പ്രേതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്പിരിറ്റിനെയാണ് ദേവദൂതൻ എന്ന സിനിമ അവതരിപ്പിച്ചത്. മോഹൻലാലിൻ്റെ കഥാപാത്രം വിശാൽ കൃഷ്ണമൂർത്തിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സാന്നിധ്യമായിരുന്നു ദേവദൂതനിലെ സ്പിരിറ്റ്. താനെ തുറയുകയും അടയുകയും ചെയ്യുന്ന ജനവാതിലുകളിലൂടെ, സ്വയം പ്രകാശമാനമാവുകയും കെടുകയും ചെയ്യുന്ന ബൾബുകളിലൂടെ, പ്രാവുകളുടെ ചിറകടിയൊച്ചകളിലൂടെ, 7 ബെൽസ് എന്ന സംഗീത ഉപകരണത്തിൻ്റെ നിഗൂഢമായ ആ ശബ്ദത്തിലൂടെ, രൂപമില്ലാതെ ശബ്ദം മാത്രമായ നായ്ക്കളുടെ കുരകളിലൂടെയുമൊക്കെ ദേവദൂതനിലെ സ്പിരിറ്റ് അതിൻ്റെ സാന്നിധ്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തി. സിബി മലയിൽ എന്ന സംവിധായകൻ്റെ സൂക്ഷ്മതയും രഘുനാഥ് പാലേരി എന്ന തിരക്കഥാകൃത്തിൻ്റെ കൃത്യതയും സിനിമയുടെ പ്ലോട്ടുകൾ ഓരോന്നായി അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കണ്ടെത്താം. ഹോളി ഫാദർ കോളേജിലെ വിദ്യാർത്ഥികൾ ഏർപ്പെടുന്ന ഒരു നാടക പരിശീലനം. പെട്ടെന്ന് യാദൃശ്ചികമായി നാടകത്തിൻ്റെ ട്രെയിനർക്ക് സംഭവിക്കുന്ന അവിചാരിതമായൊരു അപകടം ഇനി വിദ്യാർത്ഥികളെ ആര് പരിശീലിപ്പിക്കും എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നു. നിരവധി ആകുലതകളുമായി പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് മുറിയിലെത്തിയ ആ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ടേബിളിൽ ഇരുന്നിരുന്ന ഒരു ഡാൻസിങ് ഡോൾ അത് അതുവരെ പുറപ്പെടുവിക്കാതിരുന്ന ഒരു സംഗീതം പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ അത്ഭുതപ്പെടുത്തുന്നു. അത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന അതുല്യ കലാകാരൻ്റെ ബ്ലാക്ക് മെമ്മറീസ് എന്ന പ്രസിദ്ധമായ സംഗീത സൃഷ്ടിയാണ് എന്ന് വിദ്യാർത്ഥികളിൽ ഒരാളായ സ്നേഹ രേഖപ്പെടുത്തുന്നു. അതുവഴി പ്രിൻസിപ്പൽ തിരിച്ചറിയുന്നു വിശാൽ കൃഷ്ണമൂർത്തി കോളേജിലെ പ്രതിഭാധനനായ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്ന്. ഹോളി ഫാദർ കോളേജിൻ്റെ പാട്രണായി പ്രവർത്തിച്ചു വരുന്ന മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസ് വർഷങ്ങൾക്ക് മുൻപ് കോളേജിലെ ചൈപ്പലിൽ വളരെ പവിത്രമായി സൂക്ഷിച്ചിരുന്ന ഒരു സംഗീതോപകരണം വായിച്ചു എന്നതിൻ്റെ പേരിൽ
പുറത്താക്കിയ വിദ്യാർത്ഥിയായിരുന്നു വിശാൽ കൃഷ്ണമൂർത്തി. അതിനാൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ കരിയർ അതോടുകൂടി തകർക്കപ്പെടുകയായിരുന്നു. എന്നാൽ പ്രിൻസിപ്പളിൻ്റെ ക്ഷണം സ്വീകരിച്ച് വർഷങ്ങൾക്ക് ശേഷം കോളേജിലേക്ക് തിരിച്ചെത്തുന്ന വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം പ്രാവുകൾ കുറുകുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയണം. വിശാൽ കൃഷ്ണമൂർത്തിയുടെ ആ വാക്കുകളെ കോളേജിൻ്റെ മേൽക്കൂരകളും നിഴലുകളും കാറ്റും ചിറകടിയൊച്ചയും ഏറ്റെടുക്കുന്നു. പിന്നീട് സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൃഷ്ണമണികളിൽ സംഗീതത്തിൻ്റെ പ്രകാശം ഒളിപ്പിച്ചു വെച്ച ഒരു മഹാരാജാവിൻ്റെ പ്രണയകഥയിലേക്കാണ്. നിഖിൽ മഹേശ്വർ, കവിത പോലെ സുന്ദരമായൊരു പേര്. അയാളുടെ പ്രണയിനി അലീന ഓർത്തെടുക്കുന്നത് പോലെ അതൊരു ദേവസാന്നിധ്യമാണ്. എന്നും സംഗീതം, എപ്പോഴും സംഗീതം. അലീനയുടെ പിതാവ് വില്യം ഇഗ്നേഷ്യസ് മകൾക്ക് സമ്മാനമായി നൽകിയ 7 ബെൽസ് എന്ന സംഗീതോപകരണം വായിക്കാനായി വടക്ക് ആഗ്രയിൽ നിന്നും വന്നെത്തിയവൻ. അയാളുടെ ആത്മാവിൻ്റെ തെളിച്ചം പോലെ തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ. അയാൾക്ക് കാഴ്ചയില്ലായിരുന്നുവെങ്കിലും അയാൾ കാണാത്തതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഉൾക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ അയാൾ അവളെയും കണ്ടിരുന്നുവല്ലോ. നീയും നിന്റെ മൃദുലമായ കരങ്ങളും കൂടെയുള്ളപ്പോൾ മിഴികൾ എന്തിനാണ് വേറെ എന്ന് ചോദിച്ച കാമുകൻ. അലീനയുടെയും മഹേശ്വറിൻ്റെയും താലികെട്ടിന് അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങാൻ പോയ മഹേശ്വർ പിന്നീട് മടങ്ങി വരുന്നില്ല. നീയില്ല ജന്മമുണ്ടോ, നീ അറിയാ യാത്രയുണ്ടോ എന്ന് അലീനയ്ക്ക് പാടിക്കൊടുത്ത മഹേശ്വർ എന്ന കാമുകന് അവളില്ലാതെ, അവളറിയാതെ കാണാമറയത്തേക്ക് ഒരു യാത്ര കാലം കാത്തുവച്ചിരുന്നു. ആ യാത്രയുടെ സത്യങ്ങൾ അലീനയെ അറിയിക്കൽ മഹേശ്വറിൻ്റെ ആവശ്യമായിരുന്നു. അതിനയാൾ തെരഞ്ഞെടുത്തത് സംഗീതത്തിൽ ഏറെ പ്രാവീണ്യമുള്ള വിശാൽ കൃഷ്ണമൂർത്തിയെയായിരുന്നു. അയാളിലൂടെ അലീനയുമായി ആശയവിനിമയം നടത്താൻ മഹേശ്വറിൻ്റെ ആത്മാവ് പലപ്പോഴായി ശ്രമിക്കുന്നുണ്ട്. വിശാൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മഹേശ്വർ അതിന് ശ്രമിച്ചതിൻ്റെ ഫലമായി വിശാലിനെ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട അതേ വിശാൽ കൃഷ്ണമൂർത്തിയെ കോളേജിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ മഹേശ്വറിൻ്റെ ആത്മാവ് വിജയിക്കുന്നു. വിശാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാടക പരിശീലനത്തിൻ്റെ കഥാപാത്രമായ മേരിയുടെ പേര് മാറ്റി അലീന എന്നാക്കി മാറ്റുന്നത് മഹേശ്വർ എന്ന ആത്മാവാണ്. അതിനയാൾ ഉപയോഗിച്ചത് സംഗീതമെന്ന മാധ്യമമാണ്. വിശാൽ നാടകത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്ന സമയത്ത് അദൃശ്യമായി വന്ന് വിശാലിൻ്റെ കൈകൾ തട്ടിമാറ്റി അത് അലീനയുടെയും മഹേശ്വറിൻ്റെയും കഥയാക്കി മാറ്റുന്നതും മഹേശ്വർ എന്ന ആത്മാവിൻ്റെ ഇടപെടലുകളായിരുന്നു. ജീവിതത്തെയും മരണത്തെയും വേർതിരിക്കുന്ന നേർത്ത ഒരു പാളിക്കിടയിലാണ് മഹേശ്വർ എന്ന ആത്മാവിൻ്റെ സാന്നിധ്യം. പലപ്പോഴും മഹേശ്വർ എന്ന സ്പിരിറ്റിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ പ്രകൃതിദത്തമായ പല ക്രമങ്ങളും മാറി മറിയുന്നുണ്ട്. ഡോക്ടർ ബെറ്റ്സി പോളും ആര്യ എംപിയും ചേർന്നെഴുതിയ ജെൻഡറിങ് സിനിമാറ്റിക് സക്സസ്, ഡീകൺസ്ട്രക്റ്റിംഗ് മാസ്കുലിനിറ്റീസ് ഇൻ സിബി മലയിൽസ് ദേവദൂതൻ എന്ന പ്രബന്ധത്തിൽ ഒരു മോൺസ്ട്രസ് മാസ്കുലിനിറ്റിയുടെ പ്രതീകമായി മഹേശ്വർ എന്ന ആത്മാവിനെ ചിത്രീകരിക്കുന്നുണ്ട്. ബൾഗേറിയൻ ഫ്രഞ്ച് തത്വചിന്തകയും സാഹിത്യ നിരൂപകയും നോവലിസ്റ്റുമൊക്കെയായ ജൂലിയ ക്രിസ്തേവ മുന്നോട്ട് വെച്ച ആബ്ജക്ഷൻ എന്ന സിദ്ധാന്തത്തെ ദേവദൂതൻ എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. 1980 പുറത്തിറങ്ങിയ പവേഴ്സ് ഓഫ് ഹൊറർ ആൻ എസ്സേ ഓൺ അബ്ജക്ഷൻ എന്ന പ്രബന്ധത്തിലാണ് ഹൊററുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആബ്ജക്റ്റ് എന്ന ആശയത്തെ ജൂലിയ ക്രിസ്തേവ അവതരിപ്പിച്ചത്. പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു ഹൊററായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ ഉളവാകുന്ന ഒരു പ്രതികരണ സ്വഭാവമാണ് ആബ്ജക്റ്റ്. അതായത് ഒരു സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളിൽ ഉണ്ടാകുന്ന അർത്ഥമില്ലായ്മകളാണ് ആബ്ജക്റ്റ്. ഉദാഹരണത്തിന്, നമ്മൾ പെട്ടെന്നൊരു മൃതശരീരം കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന
ഒരു പ്രതികരണം. അതാണ് ആബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ഹൊററുമായി ബന്ധപ്പെട്ട വായനകൾ ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം നിരവധി വിശകലന സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. 1954 മെഡിറ്ററേനിയൻ തീരത്ത് ജനിച്ച ഗ്രീക്ക് കമ്പോസറും മ്യൂസിക് പ്രൊഡ്യൂസറും പിയാനിസ്റ്റും കീബോർഡിസ്റ്റും ഒക്കെയായിരുന്ന യാന്നി എന്ന് പറയുന്ന കലാകാരൻ ഈ വിശാൽ കൃഷ്ണമൂർത്തിയെ സൃഷ്ടിക്കുന്നതിൽ തനിക്ക് പ്രചോദനമായിട്ടുണ്ട് എന്ന് സിനിമയുടെ തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നവയുഗ സംഗീതം അഥവാ ന്യൂ ഏജ് മ്യൂസിക് എന്ന സംഗീത മുന്നേറ്റത്തിൻ്റെ മുൻനിര നായകരിൽ ഒരാളായിരുന്നു യാന്നി. നവയുഗ സംഗീതം കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് അഥവാ ഉപകരണാധിഷ്ഠിത സംഗീതത്തിൻ്റെ സാധ്യതകളിലായിരുന്നു. സംഗീതത്തെ ഒരു വിശ്രമോപാധി അഥവാ ഒരു റിലാക്സിംഗ് ടൂളായാണ് ഇവർ കണ്ടത്. കൂടാതെ സംഗീതത്തിൻ്റെ മെഡിറ്റേറ്റീവ് സാധ്യതകളെയും ന്യൂ ഏജ് മ്യൂസിക്കിൻ്റെ വക്താക്കൾ അന്വേഷിച്ചു. അതിനായി യാന്നി ജാസ്, സോഫ്റ്റ് റോക്ക്, ക്ലാസിക്കൽ സംഗീതം ഉൾപ്പെടെയുള്ള സംഗീതത്തിൻ്റെ നിരവധി രൂപങ്ങളെ മിശ്രണം ചെയ്ത രീതിയിൽ ഉപകരണാധിഷ്ഠിത സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ആവിഷ്കാരങ്ങളാണ് നടത്തിയത്. ചൈനയിലെ ഫോർബിഡൻ സിറ്റിയിലും ഇന്ത്യയിലെ താജ്മഹലിലുമൊക്കെ സംഗീതം അവതരിപ്പിച്ച ആദ്യത്തെ പാശ്ചാത്യ കലാകാരനായി യാന്നി അറിയപ്പെട്ടു. കൂടാതെ ഒരു ലോകം ഒരൊറ്റ ജനത എന്ന തത്വചിന്തയിൽ വിശ്വസിച്ച യാന്നി അയാളുടെ സംഗീതത്തിലൂടെ ആഗോള സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് വിഭാവനം ചെയ്തത്. എന്നാൽ യാന്നി എന്ന കലാകാരനെയും വിശാൽ കൃഷ്ണമൂർത്തിയെയും ബന്ധിപ്പിക്കുന്നത് അവരുടെ രൂപത്തിലുള്ള ചില സമാനതകൾ കൂടിയാണ്. പൂർണ്ണമായും കറുപ്പോ വെളുപ്പോ വസ്ത്രവിധാനങ്ങളോടെയാണ് യാന്നി പൊതുവെ പ്രത്യക്ഷപ്പെടാറുള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ചാഞ്ഞിറങ്ങിക്കിടക്കുന്ന നീളൻ മുടിയും കറുത്ത കട്ടിയുള്ള മീശയും അയാളുടെ വശ്യമായ പുഞ്ചിരിയുമൊക്കെ ആരാധകരെ യാന്നിയിലേക്ക് കൂടുതൽ ആകർഷിച്ചു. 1976 മിന്നസോട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ ബിരുദം നേടിയ സംഗീതജ്ഞൻ കൂടിയാണ് യാന്നി. സിനിമയുടെ പ്രാരംഭ ഭാഗത്ത് തന്നെ എന്തരോ മഹാനുഭാവുലു എന്ന സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശാൽ കൃഷ്ണമൂർത്തിയെ ദേവദൂതൻ എന്ന സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഗാനരംഗത്തിൽ മോഹൻലാലിൻ്റെ വിരലുകൾ പോലും അസാധാരണമായി അഭിനയിക്കുന്നത് നമുക്ക് കാണാം. അയാളിലെ സംഗീതത്തിൻ്റെ തുടിപ്പുകളാണ് മഹേശ്വറിനെ അയാളിലേക്ക് എത്തിക്കുന്നത്. അയാളിലൂടെ മഹേശ്വർ അവൻ്റെ കഥ അനാവരണം ചെയ്യുകയായിരുന്നു. അയാൾക്ക് ചുറ്റിലും രൂപപ്പെടുന്ന സൂചനകളിലൂടെ, അദൃശ്യമായ ചില ഇടപെടലുകളിലൂടെ, അയാൾ കാണുന്ന സ്വപ്നങ്ങളിലൂടെ, സംഗീതത്തിലൂടെ, മഹേശ്വർ ജീവിച്ചു തീർത്ത വഴികളിലൂടെ വിശാൽ കൃഷ്ണമൂർത്തി തിരിച്ചു നടക്കുന്നു. കോളേജിൽ യാദൃശ്ചികമായി ഉരുത്തിരിഞ്ഞു വന്ന നാടകം മഹേശ്വറിൻ്റെ കഥയായി പരിണമിക്കുന്നു. അലീന എന്ന കഥാപാത്രത്തിന് പ്രണയത്തിൻ്റെ ആഴമുള്ള തിരയിളക്കങ്ങൾ നൽകുന്നത് ജയപ്രദ എന്ന നടി കൂടിയാണ്. അലീനയുടെ നീണ്ട 30 വർഷത്തെ കാത്തിരിപ്പിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അവരുടെ കണ്ണുകൾ. സിനിമയുടെ പ്രാരംഭ ഭാഗത്ത് ഹോളി ഫാദർ കോളേജിൻ്റെ പാട്രണായി നമ്മൾ കാണുന്ന മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസ്, സംഗീതത്തിലും സാഹിത്യത്തിലുമൊക്കെ ഡോക്ടറേറ്റ് ഉള്ള ഹോളി ഫാദർ കോളേജിൽ നിരവധി വർഷങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച വളരെ തൻ്റേടിയായ, തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീ. എന്നാൽ അവരെ അലീനയായി തിരിച്ചറിയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പരിപ്രേക്ഷ്യം തന്നെ മാറി മറിയുന്നുണ്ട്. മനസ്സിൻ്റെ വിശുദ്ധി മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവളാണ് അലീന. അവളെ പേരെടുത്ത് വിളിക്കുന്നതിൽ പോലും ഒരു ബഹുമാനം വേണം എന്ന് വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം റിഹേഴ്സലിൻ്റെ സമയത്ത് കഥാപാത്ര വിശദീകരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്. കോളറിഡ്ജിൻ്റെ കവിതകളുമായി ബന്ധപ്പെട്ട് മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസ് എഴുതിയ ഒരു പ്രബന്ധത്തിലെ ചില വരികൾ കോളേജിലെ പ്രിൻസിപ്പൽ ഓർത്തെടുത്ത് പറയുന്നതും ഈ സിനിമയുടെ തന്നെ ആത്മാവായി മാറുന്നുണ്ട്. ഈശ്വരൻ നിറച്ചുവെച്ച മഹാസാഗരം പോലെ എനിക്ക് ചുറ്റുമിതാ പ്രണയം ശാന്തമായൊഴുകുന്നു, അതിൽ
ദിക്കറിയാതെ എൻ്റെ ഹൃദയമഹേശ്വര ഗായകൻ എവിടേക്കോ ഒഴുകുകയാണ്. സപ്തസ്വരമണികളും തുടച്ചുവെച്ച് തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കാത്തിരുന്ന അലീന മലയാളികളെ പ്രണയിക്കുവാൻ കൂടി പഠിപ്പിക്കുകയായിരുന്നു. വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം അലീനയോടായി പറയുന്ന സംഭാഷണം കാഴ്ചക്കാരുടെ കൂടി മനസ്സായിരുന്നു. അതെ, ബഹുമാനിക്കപ്പെടേണ്ട എന്തോ ഒന്ന് അവരിലുണ്ടായിരുന്നു. എത്ര മനോഹരമായാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത്, അതും ഇത്ര വർഷമായും തിരിച്ചു വരാത്തൊരാളെ. അതിന് മറുപടിയായി സ്നേഹം ഒരു വിശ്വാസമാണെന്ന് വളരെ സുന്ദരമായ അവരുടെ ജീവിതത്തിലൂടെ അലീന അടിവരയിട്ട് പറഞ്ഞു. ഭംഗിയായി മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നത് ഭൂമിയിലെ ഏറ്റവും സുന്ദരമായൊരു കലയാണെന്ന് ദേവദൂതൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫാദർ സ്റ്റേവയും ആൽബർട്ടോയും ഒക്കെ മഹേശ്വറിൻ്റെ സത്യങ്ങൾ പേറുന്ന കഥാപാത്രങ്ങളാണ്. ഫാദർ സ്റ്റേവ അയാളുടെ വിറക്കുന്ന ശബ്ദത്തിൽ ഓർമ്മകളിൽ നിന്ന് ഓർത്തെടുത്ത് മഹേശ്വറിനെ കുറിച്ച് പറയുന്നു. ഫാദർ സ്റ്റേവ പറയുന്ന വാക്കുകൾ കഥാഗതിയിൽ ഏറെ നിർണായകമാണ്. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് പള്ളിമണിയിൽ നിന്ന് മുഴങ്ങിയ മരണമടി അയാളുടെ ദൗത്യം അവസാനിപ്പിച്ചതിൻ്റെ സൂചനയായിരുന്നു. അവസാന ശ്വാസം തൊണ്ടയിൽ പേറി അയാൾ യുഗങ്ങൾക്കിപ്പുറവും കാത്തിരുന്നത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന അയാളുടെ നിയോഗത്തിലേക്ക് എത്താനായിരുന്നു. ആൽബർട്ടോ എന്ന നിരവധി ഡാർക്ക് ഷെയ്ഡുകളുള്ള കുതിരക്കാരൻ്റെ കഥാപാത്രം അയാളിലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് മരണത്തിൻ്റെ ചതുപ്പിലേക്ക് ആഴ്ന്നു പോകുന്നുണ്ട്. മുരളി അവതരിപ്പിച്ച ഈയൊരു കഥാപാത്രം അയാളുടെ രീതികൾ കൊണ്ടും ഉൾവലിഞ്ഞ പ്രകൃതം കൊണ്ടും ദുരൂഹതകൾ കൊണ്ടും ഈ സിനിമയുടെ നിഗൂഢ പരിസരങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ദേവദൂതൻ എന്ന സിനിമയെ ഒരു കൾട്ട് ക്ലാസിക്കായി നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് ഇതിലെ സംഗീതം എന്ന ഘടകം തന്നെയാണ്. സംഗീതം ഇതിലൊരു കഥാപാത്രം കണക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന എന്തരോ മഹാനുഭാവുലു എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ കാടും പൂക്കളും പ്രാവുകളും പുൽത്തകിടിയും മൂവന്തിയുടെ ആകാശ ചുവപ്പുമൊക്കെ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി നമ്മൾക്ക് കാണാം. ഇതിലൂടെയാണ് ആഗോള പ്രശസ്തനായ വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനെ ദേവദൂതൻ എന്ന സിനിമ പരിചയപ്പെടുത്തുന്നത്. എന്തരോ മഹാനുഭാവുലു എന്നത് കർണാടക സംഗീതത്തിലെ ത്യാഗരാജ സ്വാമികളുടെ കീർത്തനങ്ങളിലെ വളരെ പ്രശസ്തമായ ഒന്നാണല്ലോ. ഇതിൻ്റെ ഭാഷ തെലുങ്കാണ്. അതുപോലെ തന്നെ ശ്രീരാഗത്തിലാണ് ഈ കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ താളം ആദിതാളവും. നമ്മൾ എന്തരോ മഹാനുഭാവുലു ആ ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്തരോ എന്നാൽ നിരവധി പേരെന്നാണ് അർത്ഥം. മഹാനുഭാവുലു ഇത് രണ്ട് വാക്കുകളുടെ സംയോജനമാണ്. മഹത് പ്ലസ് അനുഭവ. മഹത് എന്നാൽ മഹത്തരമായത്, ശ്രേഷ്ഠമായത് എന്നൊക്കെ അർത്ഥം. മഹാബ്ധു എന്നാൽ ശ്രേഷ്ഠനാവുക, പൂർണ്ണചന്ദ്രനെ പോലെ പൂർണ്ണമാവുക എന്നൊക്കെയാണ് അർത്ഥം. അനുഭവ എന്ന പദത്തിൻ്റെ അർത്ഥം വ്യക്തിഗതമായ നിരീക്ഷണങ്ങളിലൂടെയും മറ്റും നമ്മൾ സ്വായത്തമാക്കുന്ന അറിവുകളും അനുഭവങ്ങളും. ചുരുക്കി പറഞ്ഞാൽ മഹാനുഭാവുലു എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് വ്യക്തിഗതമായ അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ ജീവിതത്തിൻ്റെ അറിവിൻ്റെ ഒക്കെ ഔന്നത്യത്തിലെത്തിയ പ്രതിഭകളെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പാട്ട് സിനിമ ആരംഭിക്കുന്ന ഭാഗത്തുള്ള ഒന്നാമത്തെ ഗാനം ഈ ഒരു കീർത്തനത്തിലൂടെ ആരംഭിക്കുമ്പോൾ ആ ഒരു കീർത്തനം ലോകത്തിൽ അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ജീവിതത്തിൻ്റെയും ഒക്കെ ഔന്നത്യത്തിലെത്തിയ ശ്രേഷ്ഠരായ പ്രതിഭകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. സിനിമയിൽ ഈ കീർത്തനത്തിൽ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ, പാശ്ചാത്യ സംഗീതത്തിൻ്റെ സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേവദൂതൻ അതിനെ ഉപയോഗിക്കുന്നത്. വിദ്യാസാഗർ എന്ന സംഗീതത്തിൻ്റെ രാജാവ്, മെലഡികളുടെ രാജാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രതിഭയാണ് ഈ സിനിമയുടെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് ദേവദൂതൻ എന്ന സിനിമയുടെ കൾട്ട് ക്ലാസിക് മൂല്യം കുത്തനെ ഉയർത്തുന്നുണ്ട്. സംഗീതത്തെ ദൈവിക പ്രഭയുള്ള ഒരു സിദ്ധിയായി ബഹുമാനിക്കുന്ന ഇദ്ദേഹം ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന
സെവൻ ബെൽസ് എന്ന സംഗീത ഉപകരണത്തെ ഒരു കഥാപാത്രമായി തന്നെ കണ്ടുകൊണ്ടാണ് ഇതിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സെവൻ ബെൽസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: സെവൻ ബെൽസ് എന്ന ഇൻസ്ട്രുമെന്റ് സ്വയം ശ്വസിക്കുന്ന ജീവനുള്ള ഒരു അവയവം പോലെയാണ്. അത് പിയാനോയുടെ ശബ്ദവും അതിലെ മണികളുടെ ശബ്ദവും ശ്വാസനിശ്വാസങ്ങളുടെ ശബ്ദവും എല്ലാം കൂടിച്ചേർന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വരം ഇവയുടെ എല്ലാം ഒരു മിശ്രണമായിരിക്കേണ്ടതായിട്ടുണ്ട്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പ്രകാശ് മൂർത്തി വരച്ച ഒരു ചിത്രമായിരുന്നു സെവൻ ബെൽസ് എന്ന സംഗീതോപകരണത്തിൻ്റെ ആദ്യ രൂപം. പിന്നീട് മുത്തുരാജ് എന്ന മറ്റൊരു വ്യക്തി കൂടി ഇടപെട്ടുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി സിനിമയ്ക്ക് വേണ്ടി അതിനെ പുനർനിർമ്മിക്കുകയായിരുന്നു. അങ്ങനെ സംഗീതമാണ് സിനിമയുടെ ആത്മാവ് എന്ന് രഘുനാഥ് പാലേരി എന്ന തിരക്കഥാകൃത്ത് തീരുമാനിക്കുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ ജനങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം ദൂരവ്യാപകമായിരുന്നു. സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ സിബി മലയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി വരികയും അവരുടെ പ്രണയ ജീവിതത്തിൽ ഈ സിനിമയിലെ പാട്ടുകൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്നും ഓർമ്മിച്ച് പറയുന്നുണ്ട്. അവളുടെ പ്രണയാരംഭത്തിൽ ഈ സിനിമയിലെ പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടുപോലെ ജീവിതം യൗവനഭരിതമായിരുന്നു. പ്രണയം തീവ്രമായപ്പോൾ അത് കരളേ നിൻ കൈപിടിച്ചാൽ എന്ന പാട്ടുപോലെ പ്രേമസാന്ദ്രമായിരുന്നു. ഒടുവിൽ പ്രണയം തകർന്നപ്പോൾ അത് എൻ ജീവനെ എന്ന് തുടങ്ങുന്ന പാട്ടുപോലെ ഹൃദയഭേദകമായിരുന്നു. അങ്ങനെ മലയാളിയുടെ പ്രണയത്തിലും വിരഹത്തിലും ഇഴപിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം അലിഞ്ഞു ചേർന്ന സംഗീതമായിരുന്നു ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഈ സിനിമയിലെ പാട്ടുകൾ ആസ്വാദകരുടെ ആത്മാവിലേക്ക് നേരിട്ട് ചേക്കേറുന്നതായിരുന്നു. പ്രീത കണ്ണൻ്റെയും KJ യേശുദാസിൻ്റെയും അസാധ്യമായ ശബ്ദചാതുരിയിൽ നമ്മൾ കേട്ട പാട്ടായിരുന്നു ഈ സിനിമയിലെ കരളേ നിൻ കൈപിടിച്ചാൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം. സിബി മലയിൽ ഒന്ന് കുളിക്കാൻ പോയ ഇടവേളയിൽ വിദ്യാസാഗറിനോട് കമ്പോസ് ചെയ്യാൻ ഏൽപ്പിച്ച പാട്ട് എന്നൊക്കെ വളരെയധികം സുപ്രസിദ്ധിയുള്ള ആ ഗാനം. സംഗീതത്തിലെ 12 നോട്ട്സും കൃത്യമായി വരുന്ന ഒരു പാട്ട്. കൈതപ്രത്തിൻ്റെ ഒരു രക്ഷയുമില്ലാത്ത വരികൾ. ഇനി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതൻ സ്വരം എന്ന ആ വരികളിൽ തന്നെയുണ്ട് മഹേശ്വറിൻ്റെ ശബ്ദം. അലീന അയാളെ തിരിച്ചറിയും വരെ അവൾക്ക് ചുറ്റിലും ചിറകടിച്ചു നടന്നതിൻ്റെ അപാരമായ സത്യം. ഊട്ടിയിലെ മനോഹരമായ പ്രകൃതിയും ഒരു കെട്ടുകഥ പോലെ സുന്ദരമായ പശ്ചാത്തലങ്ങളും ഈ പാട്ടിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു. എസ് ജാനകിയുടെ ശബ്ദത്തിൽ ഇടറുന്ന കഥനത്തിൻ്റെ മിഴുനീർ തുള്ളികളായിരുന്നു എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്ന് കാണും വീണ്ടും എന്ന് തുടങ്ങുന്ന ആ പാട്ട്. വേഴാമ്പലായി കേഴുന്ന ഒരു പ്രണയിനിയുടെ വേദന മുഴുവൻ എസ് ജാനകിയുടെ ശബ്ദത്തിലും കൈതപ്രത്തിൻ്റെ തീവ്രമായ ആ വരികളിലും ഉണ്ടായിരുന്നു. കടും നീല നിറത്തിലുള്ള സാരി അണിഞ്ഞുള്ള ജയപ്രഭയുടെ ദൃശ്യത്തിലൂടെ തിരയറിയില്ല കരയറിയില്ല അലകടലിൻ്റെ നൊമ്പരങ്ങൾ എന്ന് സിനിമയിൽ പാടിക്കേൾക്കുമ്പോൾ തിരയും തീരവുമൊന്നും അറിയാതെ അലകടൽ ഒളിപ്പിക്കുന്ന ഉള്ളൊഴുക്കുകളെ, അലീനയുടെ ഹൃദയത്തിൽ മുറിഞ്ഞു പിടയുന്ന വേദനകളെ നമ്മൾക്കും അറിയുവാൻ കഴിയും. അന്നത്തെ കാലത്ത് 1.5 കോടിയോളം ബജറ്റിൽ 64ഓളം ദിവസങ്ങളെടുത്താണ് ദേവദൂതൻ എന്ന സിനിമ പൂർത്തീകരിച്ചത്. ഇതിലെ മറ്റൊരു പാട്ടായിരുന്നു പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ട് നമ്മളോട് നീയാണൻ നിലവിൽ പുലർരാഗപ്പുലർവാനമെന്ന് സുന്ദരമായി പറഞ്ഞു തന്നു. മനുഷ്യൻ്റെ ശബ്ദത്തെ ഒരു സംഗീതോപകരണം അഥവാ ഒരു ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിക്കണം എന്നാഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു നമ്മൾ മുൻപ് സൂചിപ്പിച്ച കലാകാരൻ യാന്നി. അതുപോലെ നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ മഹേശ്വർ അലീനയെ നീട്ടി വിളിക്കുന്ന വളരെ വേദനയോടുകൂടിയുള്ള ആ തപിക്കുന്ന ശബ്ദം ഈ സിനിമയിൽ ഒരു കഥാപാത്രം പോലെ തന്നെ വളരെ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഛായാഗ്രാഹകൻ സന്തോഷ് തുണ്ടീലിൻ്റെ ബ്രില്യൻസും കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ പെർഫെക്ഷനും ഒക്കെ ദേവദൂതൻ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ജയപ്രദ ഉപയോഗിച്ചിരിക്കുന്ന പ്ലെയിൻ സ്വഭാവത്തിലുള്ള സാരികളും അവയുടെ നിറങ്ങളുമൊക്കെ
സിനിമയുടെ ഒരു ഭാവം നിർമ്മിക്കുന്നതിന് കൃത്യമായി സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ കാറ്റും പ്രാവും താനേ കറങ്ങുന്ന ആ ഫാനും 7 ബെൽസും സംഗീതവും കുതിരവണ്ടിക്കാരനും വിശാൽ കാണുന്ന സ്വപ്നവുമൊക്കെ ഓരോ മെറ്റഫറുകളാണ്. സിനിമ ചിത്രീകരിച്ച വിക്ടോറിയൻ പശ്ചാത്തലത്തിലുള്ള കെട്ടിടങ്ങളും ഉപേക്ഷിക്കപ്പെട്ട സെമിത്തേരിയും മഞ്ഞിറങ്ങുന്ന താഴ്വരകളും പുൽത്തകിടിയുമൊക്കെ മലയാള സിനിമ അന്നുവരെ കണ്ട കഥാപരിസരങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്നതായിരുന്നു. 24 വർഷങ്ങൾക്കിപ്പുറം ദേവദൂതൻ എന്ന സിനിമയെ ഒരു ജനത ഏറ്റെടുത്ത് ആഘോഷിക്കുമ്പോൾ കാലം കാത്തുവെക്കുന്ന മനോഹരമായ ചില കാവ്യനീതികൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. 1982 ആരംഭിച്ച ഒരു സിനിമയുടെ യാത്രയാണ് ഇവിടെ ഇപ്പോൾ 2024 വന്നു നിൽക്കുന്നത്. സംവിധായകൻ സിബി മലയിൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ജിജോ ജോസ്, ഇവരൊക്കെയുള്ള ഒരു സംഭാഷണത്തിനിടയിൽ രൂപപ്പെട്ടു വന്ന ഒരു കഥയുടെ തന്തു. ഒരു 7 വയസ്സുകാരൻ പയ്യൻ്റെ സ്വപ്നവും ഒരു അസ്ഥികൂടവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥ. ഒരു ബോർഡിംഗ് സ്കൂളിൻ്റെ ഡോർമിറ്ററിയിൽ ഉറങ്ങുന്ന ഈ 7 വയസ്സുകാരൻ പയ്യൻ്റെ സ്വപ്നത്തിലേക്ക് നിരന്തരമായി കടന്നു വരുന്ന ഒരു കുതിരവണ്ടിയുടെ ചിത്രം. അങ്ങനെ ഒരു കഥ തുടർന്ന് വികസിപ്പിച്ചെടുക്കുകയും അതിന് 7 ബെൽസ് എന്ന് പറയുന്നൊരു പേര് നൽകുകയും ചെയ്തു. അതിനെ സിനിമയാക്കുന്നതിനായി തിരക്കഥ എഴുതാൻ ആദ്യം സമീപിച്ചത് പത്മരാജനെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കാരണം പിന്നീട് രഘുനാഥ് പാലേരി എന്ന് പറയുന്ന തിരക്കഥാകൃത്തിലേക്ക് എത്തുന്നു. അങ്ങനെ രഘുനാഥ് പാലേരി കടഞ്ഞെടുത്തൊരു തിരക്കഥയായി അത് മാറുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അന്ന് ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ സിബി മലയിൽ സിയാദ് കോക്കർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറെ കണ്ടുമുട്ടുന്നു. അദ്ദേഹവുമായുള്ള ഇടപെടലുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഈ സിനിമയുടെ തിരക്കഥ വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയായിരുന്നു. പിന്നീട് മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിനായി അദ്ദേഹത്തിൻ്റെ താരപരിവേഷത്തിന് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് സിനിമയുടെ കഥയിൽ, തിരക്കഥയിൽ ചില മാറ്റങ്ങൾ കൂടി വരുത്തുന്നു. 1982 ആദ്യം രൂപപ്പെട്ട തിരക്കഥ ഭയം എന്ന് പറയുന്ന ഘടകത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. രണ്ടാമത്തെ തിരക്കഥ കൂടുതൽ പ്രാധാന്യം നൽകിയത് റൊമാൻസ് എന്ന് പറയുന്ന ഇമോഷനായിരുന്നു. ശേഷം മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി വന്ന അവസാനത്തെ തിരക്കഥ പ്രാധാന്യം നൽകിയത് സംഗീതം എന്ന് പറയുന്ന ഘടകത്തിനായിരുന്നു. തമിഴ് നടൻ മാധവനും നസുറുദ്ദീനും മാധവിയും രേഖയും ഒക്കെ ഈ സിനിമയുടെ വിവിധ ഘട്ടങ്ങളിൽ അഭിനേതാക്കളുടെ ഓപ്ഷനുകളായി കടന്നുപോയി എന്നുള്ളതാണ് ചരിത്രം. 2000 ഈ ഒരു സിനിമ റിലീസായി. അതിൻ്റെ പരാജയത്തിന് ശേഷം സിബി മലയിൽ എന്ന സംവിധായകൻ മറ്റൊരു ഭാഷയിൽ ഈ സിനിമയെടുത്ത് സ്വയം തനിക്ക് തന്നെ തെളിയിക്കണം എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ കാലങ്ങൾക്കിപ്പുറം മലയാളികൾ തന്നെ അതേ ദേവദൂതനെ ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത് കാലത്തെ അതിജീവിക്കുന്ന കലാമൂല്യമുള്ള കാവ്യസൃഷ്ടികളുടെ മഹത്തായ മാന്ത്രികതയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഡോൾബി അറ്റ്മോസിൽ 4K മികവിൽ വീണ്ടും തിയേറ്ററിൽ ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുമ്പോൾ ദേവദൂതൻ എന്ന സിനിമ ഒരു ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന തലത്തിലേക്ക് കൂടി ഉയർന്നിരിക്കുകയാണ്. ഇതിലെ കഥാപാത്രം വിശാൽ കൃഷ്ണമൂർത്തി കമ്പോസ് ചെയ്യുന്ന റിതം ഓഫ് ലവ് എന്ന സംഗീതം പോലെ ദേവദൂതനും പ്രണയത്തിൻ്റെ പൂർണ്ണമായ താളമാണ്. അനശ്വര പ്രണയമെന്ന് വരികളിൽ കോറിയിടുന്ന ഒന്ന്, മരണത്തെ അതിജീവിച്ച് പ്രണയ സാക്ഷാത്കാരം പുൽകുന്ന അനിർവചനീയതയെ ഒരു ജനതയൊന്നടങ്കം ഏറ്റെടുത്തതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. അംഗീകാരങ്ങൾ എല്ലാവിധത്തിലും അർഹിക്കുന്ന സംഗീതമുള്ളൊരു കവിതയായിരുന്നു ദേവദൂതൻ. അതെ, കാലത്തിൻ്റെ പ്രണയാകാശത്തിലെ സംഗീത സ്പർശമുള്ള ഒരു വെൺപിറാവ്.